സംസാരിക്കാം. അതായത് പീരീഡ്സിൻ്റെ ഡീറ്റെയിൽസ്, കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇറഗുലർ പീരീഡ്സിൻ്റെ റീസൺസ് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് പ്രൊജസ്ട്രോണിൻ്റെയോ ഈസ്ട്രജൻ്റെ ലെവൽ ചേഞ്ച് ആവും. രണ്ടാമത് വരുന്നത് സ്ട്രെസ്സാണ്. മൂന്നാമത്തേതെന്ന് വെച്ചാൽ വെയിറ്റ് ചേഞ്ചസ്, അതായത് നമ്മളെ വെയിറ്റ്, ബോഡി വെയിറ്റ് ഒന്നുകിൽ കുറയുക, അതല്ലാന്നുണ്ടെങ്കിൽ കൂടുക, ആ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ വരുന്നത് PCOS. അതെന്ന് പറയുന്നത് നമുക്ക് ഹോർമോണൽ ഡിസോർഡർ ആയിട്ടുള്ള അതൊരു അസുഖം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മെഡിക്കൽ ഒരു കണ്ടീഷനാണ് PCOS എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് തൈറോയ്ഡ് ഇഷ്യൂസാണ്, അതായത് ഹൈപ്പോ തൈറോയ്ഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയ്ഡ്, 2 തൈറോയ്ഡ്. പിന്നീട് വരുന്ന മെയിൻ എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഫാക്ടറാണ്. അതായത് നമ്മുടെ ഡയറ്റ്, ഫുഡ് ശരിയല്ലാത്ത രീതിയിലുള്ള ഫുഡുകൾ, എക്സസൈസ് നമ്മൾ കുറയ്ക്കുന്നു, നമ്മുടെ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, അതെന്ന് പറയുന്നത് നമുക്ക് നല്ല ശരിയായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. ഒന്നുകിൽ അതായത് വളരെ ചെറിയ സമയം കിടന്നുറങ്ങുക, നമ്മളൊരു ക്രമീകരണമില്ലാത്ത രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുന്നൊരു ഇത്, അതിനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ പീരീഡ്സ് ഇറഗുലർ ആവാനുള്ള റീസൺസ് വരുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് 3 കാര്യങ്ങളാണ് എക്സസൈസ്, ഡയറ്റിങ്, മെഡിക്കൽ ചെക്കപ്പ്. ഈ ഡയറ്റിങ്ങും എക്സസൈസും ആണ് മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനേക്കാൾ മോർ ഇമ്പോർട്ടൻസ്. കാരണം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബോഡിയിലുള്ളത് വെയിറ്റൊക്കെ, ഫാറ്റും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ പറ്റും. PCOS എന്നുള്ള ഒരു രീതി, അതായത് PCOS എന്നുള്ള ഹോർമോൺ ചേഞ്ചസ് മെയിനായിട്ട് വരുന്നത് ഈ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് വരുന്നതാണ്. നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ PCOS ഒരുവിധം ലെവലാവും, ഹോർമോണൊക്കെ ചേഞ്ചായി കറക്റ്റ് ലെവലിലോട്ട് എത്താൻ സഹായിക്കും. അത് കണക്ക് തന്നെ ഡയറ്റിങ്, അതായത് കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, നമ്മൾ കൂടുതലും പുറത്തുനിന്നുള്ള ഫുഡുകൾ ഒഴിക്കുക. അതിനകത്തിപ്പോൾ ഒരുപാട് നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള ഫുഡുകൾ കഴിക്കുക, എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക. നമുക്ക് മെയിനായിട്ട് വേണ്ടുള്ളത് എക്സസൈസാണ്. അപ്പോൾ മെയിനായി എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ എക്സസൈസ് ആണ് വേണ്ടുള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് എക്സസൈസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സസൈസ് ഏതൊക്കെയാണ് എന്ന് അത് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്താലും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ഫുഡ് കറക്റ്റാക്കുക, ഫുഡ് ക്രമീകരിക്കുക. അത് കണക്ക് ഉറക്കത്തിൻ്റെ ക്രമീകരണം, സമയമൊക്കെ കറക്റ്റാക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പീരീഡ്സൊക്കെ നമുക്ക് മാക്സിമം ഒരു 1 വീക്ക് വരെ പീരീഡ്സ് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ 2 വീക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ടൊരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെയും കൂടി കൺസിഡർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മെഡിസിൻ ഡീറ്റെയിൽസ് ഒക്കെ അവർ തന്നെ, ഡോക്ടേഴ്സ് തന്നെ പറയുമല്ലോ, ആ ഡീറ്റെയിൽസൊക്കെ പറയും. അതിനൊക്കെ വല്ല സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി.